ജൂൺ 23 വിശുദ്ധ ജോസഫ് കഫാസോ. 1811 മുതൽ 1860 വരെ കാലഘട്ടം. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ആത്മീയ പിതാവായ വിശുദ്ധ ജോസഫ് കഫാസോ ഇറ്റലിയിൽ കാസ്റ്റൽനോവോയിൽ 1811 ജനുവരി 15 ജനിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ കൊച്ചു വിശുദ്ധൻ എന്നാണ് ജനങ്ങൾ അവനെ വിളിച്ചിരുന്നത്. കുടുംബം ദരിദ്രമായിരുന്നുവെങ്കിലും അവൻ്റെ സാമർഥ്യവും ഉത്സാഹശീലവും ദൈവഭക്തിയും നിമിത്തം 22-ാമത്തെ വയസ്സിൽ അവന് വൈദികനാകാൻ കഴിഞ്ഞു. അദ്ദേഹം ടൂറിൻ സെമിനാരിയിൽ പ്രീഫെക്റ്റും സന്മാർഗ ശാസ്ത്രാധ്യാപകനുമായി ജോലി തുടങ്ങി. അവസാനം റെക്ടറുമായി. ഇറ്റലിയിൽ വൈദിക ലോകത്തെ പവിഴമെന്നാണ് ഫാദർ കഫാസോ അറിയപ്പെട്ടിരുന്നത്. വൈദികരും മെത്രാന്മാരും രാജകുമാരന്മാരും തൊഴിലാളികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ താൽപ്പര്യം പ്രകാശിപ്പിച്ചിരുന്നു. ഡോൺ ബോസ്കോയ്ക്ക് സെമിനാരി പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഫാദർ കഫാസോയുടെ സഹായത്താലാണ്. വിശുദ്ധ ജോസഫ് കൊത്തലെങ്കോയുടെ ദൈവപരിപാലനാ ഭവനവും ഫാദർ കഫാസോയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിഷയമായി. ദരിദ്രരെയും അനാഥരെയുമാണല്ലോ ഫാദർ കൊത്തലെങ്കോ സംരക്ഷിച്ചിരുന്നത്. 1947 വിശുദ്ധ കഫാസോയുടെ നാമകരണ ചടങ്ങിൽ 12-ാം പിയൂസ് മാർപ്പാപ്പ ചെയ്ത പ്രഭാഷണത്തിൽ എല്ലാ വൈദികരോടും അദ്ദേഹത്തിൻ്റെ അക്ഷീണ പരിശ്രമശീലവും ക്ഷമയും കാരുണ്യവും സർവോപരി പ്രാർത്ഥനാതൃഷ്ണയും അനുവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാർപ്പാപ്പ ഇങ്ങനെ തുടർന്നു: വൈദികരുടെ ശിക്ഷണവും വിശുദ്ധീകരണവുമെന്ന അതിപ്രധാനവും ഫലസംദായകവുമായ ജോലിക്ക് ദൈവപരിപാലനയാൽ നിയോഗിക്കപ്പെട്ടവനാണ് വിശുദ്ധ ജോസഫ് കഫാസോ. ജാൻസനിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് പീഡ്മോണ്ടിലെ വൈദികരെ അദ്ദേഹം സംരക്ഷിച്ചു. പ്രഭാഷണത്തിൻ്റെ അന്ത്യത്തിൽ മാർപ്പാപ്പ പറഞ്ഞു: വൈദികരിൽ വിശ്വാസമുള്ള ഒരു ജനതയും ആ വിശ്വാസത്തിന് യോഗ്യരായ വൈദികരും വിശുദ്ധ ജോസഫ് കഫാസോ തൻ്റെ രാജ്യത്തിനും തിരുസഭയ്ക്കും നൽകാൻ ദൈവത്തിൻ്റെ മുമ്പാകെ മാധ്യസ്ഥം വഹിക്കട്ടെ. ടൂറിൻ സെമിനാരി റെക്ടറായിരിക്കുമ്പോൾ തന്നെ 1860 ജൂൺ 23 49-ാമത്തെ വയസ്സിൽ ജോസഫ് കഫാസോ ദിവംഗതനായി. വചനം റോമ 13-ാം അധ്യായം 8-ാം വാക്യം. പരസ്പരം സ്നേഹിക്കുക എന്നൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വിചിന്തനം. വിശുദ്ധ ജോസഫ് കഫാസോയുടെ വാക്കുകൾ. കുരിശിൽ കിടക്കുന്ന രക്ഷകൻ നിങ്ങളുടെ സ്നേഹിതനാണ്. അവിടുന്ന് നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല, നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല. അവിടുന്നിൽ പ്രത്യാശിക്കുക, സ്വർഗം നിങ്ങൾക്ക് സ്വായത്തമാക്കാം.